നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ ഉഷ്ണവായുവിലേക്ക് പടരുന്നത് സാധാരണ മേഘങ്ങളല്ല, മറിച്ച് വലിയൊരു യുദ്ധത്തിന്റെ കനലുകളാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ആകാശത്തിന് നടുവിൽ വെച്ച് കനത്ത പ്രഹരമേറ്റിരിക്കുന്നു. അമേരിക്കൻ വ്യോമസേനയുടെ ആഗോള അധിനിവേശങ്ങളുടെ ലൈഫ് ലൈൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന KC-135 സ്ട്രാറ്റോ ടാങ്കർ പേർഷ്യൻ ഗൾഫിന് മുകളിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. വെറുമൊരു വിമാനവാഹിനി അപകടമല്ല, അല്ലെങ്കിൽ വെറുമൊരു വിമാന അപകടമല്ല. അത് സാങ്കേതിക വിദ്യയുടെ പരാജയവുമല്ല, മറിച്ച് തങ്ങളുടെ മണ്ണിലും വിണ്ണിലും ആധിപത്യം ഉറപ്പിക്കാൻ വരുന്ന ഏത് വമ്പനെയും മുട്ടുകുത്തിക്കുമെന്നുള്ള ഇറാന്റെ കരുത്താർന്ന താക്കീതാണ്. ഖത്തറിന് മുകളിൽ വെച്ച് 7700 എന്ന എമർജൻസി കോഡ് പുറപ്പെടുപ്പിച്ച ആ ആകാശ ഭീമൻ എങ്ങോട്ടാണ് മറിഞ്ഞത്? അമേരിക്കയുടെ അധിനിവേശ മോഹങ്ങൾക്ക് മുകളിൽ ഇറാൻ വിരിച്ച റഡാർ വലയത്തിന്റെ വിജയം ഇവിടെ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഒരു KC-135 വിമാനം തകരുന്നത്, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നത്, അമേരിക്കയെ ഇത്രത്തോളം ഭയപ്പെടുത്തുന്നത്? എന്തായാലും ഉത്തരം വളരെ ലളിതമാണ്. ഇതില്ലാതെ അമേരിക്കയുടെ ലോകം കീഴടക്കാൻ കഴിയില്ല. ഒരു യുദ്ധവിമാനം അതിന്റെ ഇന്ധന ടാങ്കർ നിറച്ച് പറന്നുയർന്നാൽ നിശ്ചിത ദൂരം മാത്രമേ അതിന് സഞ്ചരിക്കാൻ സാധിക്കൂ. എന്നാൽ KC-135 ആകാശത്ത് വെച്ച് തന്നെ ഈ വിമാനങ്ങൾക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം കൈമാറുകയാണ്. അതായത് അമേരിക്കയിൽ നിന്നും പറന്നുയർന്ന ഒരു ബോംബർ വിമാനത്തിന് ലോകത്തിന്റെ ഏത് കോണിലും ബോംബിട്ട് തിരിച്ചു പോകാൻ സഹായിക്കുന്നത് ഈ വിമാനമാണ്. കഴിഞ്ഞ 60 വർഷമായി അമേരിക്ക എവിടെയൊക്കെയോ കടന്നു കയറിയിട്ടുണ്ടോ, അത് വിയറ്റ്നാമിലാകട്ടെ, ഇനി ഇറാഖിലാകട്ടെ, ലിബിയയിലാകട്ടെ, അവിടെ എല്ലാം തന്നെ ഈ വിമാനം സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 37,600 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനം കേവലം ഒരു ടാങ്കർ മാത്രമല്ല, സൈനികരെയും യുദ്ധ സാമഗ്രികളെയും അതിവേഗം യുദ്ധ മേഖലയിലേക്ക് എത്തിക്കുന്ന ഒരു കാർഗോ ഭീമൻ കൂടിയാണ്. ഈ യന്ത്രം നിശ്ചലമാകുമ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ വെറും പക്ഷികളെ പോലെ ചിറകറ്റു വീഴുകയാണ് ചെയ്യുന്നത്. ഇറാന്റെ അതിർത്തിക്ക് സമീപം ഈ വിമാനം തകരുന്നതിലൂടെ അമേരിക്കയുടെ എയർ സുപ്പീരിയോറിറ്റി എന്ന വാദം വെറും പാഴ്വാക്കായി മാറുകയാണ്. ഇറാൻ ഇന്ന് പഴയ ഇറാൻ അല്ല. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ തദ്ദേശീയമായി സാങ്കേതിക വിദ്യ കൊണ്ടും ഇറാൻ കെട്ടിപ്പടുത്തുയർത്തിയത് തകർക്കാനാകാത്ത ഒരു പ്രതിരോധ കോട്ടയാണ്. പേർഷ്യൻ ഗൾഫിലെ ഓരോ നീക്കവും ഇറാന്റെ ഇലക്ട്രോണിക് നിരീക്ഷണ പരിധിയിലാണ്. അമേരിക്കയുടെ സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും തിരിച്ചറിയാൻ ശേഷിയുള്ള റഡാർ ഇറാൻ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. KC-135 വിമാനം തകരുകയോ അപ്രത്യക്ഷമാവുകയോ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് അത് കേവലം ഒരു വിമാനത്തിന്റെ നഷ്ടമല്ല, മറിച്ച് മേഖലയിൽ അവരുടെ ഓരോ സൈനിക ഓപ്പറേഷനും മാസങ്ങളോളം പുറകോട്ട് പോകുന്നുവെന്നും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ആകാശത്ത് ഇന്ധനം നിറയ്ക്കാൻ ആളില്ലാതായാൽ ആ യുദ്ധവിമാനങ്ങൾ വായുവിൽ നിശ്ചലമാകും. ഇതാണ് ഇറാന്റെ ലക്ഷ്യം. ശത്രുവിനെ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാൾ വലിയ തന്ത്രം ശത്രുവിന്റെ നിലനിൽപ്പിന് ആധാരമായ ഘടകങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ്. ഈ പോരാട്ടത്തിന് ഒരു ചരിത്രമുണ്ട്. 2020 ഭീരുവായ അമേരിക്കൻ ഭരണകൂടം ജനറൽ ഖാസിം സുലൈമാനിയെ വഞ്ചനാപരമായി വധിച്ചപ്പോൾ ഇറാൻ ലോകത്തോട് ഒരു കാര്യം പറഞ്ഞിരുന്നു: മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കയെ തൂത്തറിയും. ആ വാക്ക് ഇറാൻ പാലിക്കുകയാണ്. ഈ വർഷം മാർച്ചിൽ പടിഞ്ഞാറൻ ഇറാഖിൽ വെച്ച് ഒരു KC-135 വിമാനം തകർക്കപ്പെട്ടപ്പോൾ അത് ഇറാന്റെ പിന്തുണയുള്ള പോരാളികൾ ഏറ്റെടുത്തത് വെറുതെയല്ല. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഓരോന്നായി ഇപ്പോൾ ഭീതിയിലാണ്. UAE അൽ ദഫ്രയായാലും സൗദിയിലെ സൈനിക താവളങ്ങളായാലും തങ്ങൾ ഇപ്പോൾ ഇറാന്റെ നിഴലിലാണ്. അമേരിക്കയുടെ മാക്സിമം പ്രഷർ നയം പരാജയപ്പെട്ടപ്പോൾ, അതായത് സമ്മർദ്ദ തന്ത്രം പരാജയപ്പെട്ടപ്പോൾ ഇറാനിയൻ ജനതയെ പട്ടിണിക്കിട്ട് മുട്ടുകുത്തിക്കാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെയും കൂട്ടരുടെയും മോഹങ്ങൾ കരഞ്ഞുപോയി. പകരം ഇറാൻ കൂടുതൽ കരുത്തരായി. ആയുധങ്ങൾക്കായി റഷ്യയോ ചൈനയോ മാത്രം ആശ്രയിക്കാതെ സ്വന്തം ഡ്രോണുകളും മിസൈലുകളും ഇറാൻ നിർമ്മിക്കുന്നുണ്ട്. യമനിലെ ഹൂത്തികൾ മുതൽ ലെബനിലെ ഹിസ്ബുള്ള വരെ ഇറാൻ പ്രതിരോധ നിരയുടെ ഭാഗമാവുകയാണ്. ആകാശത്ത് KC-135 പോലുള്ള വിമാനന്മാർ വീഴുമ്പോൾ അത് ഈ സഖ്യത്തിന്റെ വിജയമാണോ ലോകം കാണുന്നത്. എന്തായാലും അമേരിക്ക എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും KC-135 ഈ അപ്രത്യക്ഷമാകൽ അവരുടെ തകർച്ചയുടെ ആരംഭം കൂടിയാണ്. ആകാശത്ത് ആധിപത്യം സ്ഥാപിച്ച് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരം കവരാമെന്ന വ്യാമോഹത്തിന് കാലം നൽകുന്ന തിരിച്ചടിയാണ് ഇത്.